ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. കുറച്ച് സിമെന്റും ഇതുപോലത്തെ ഒരു ഫയർ ചാക്കും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം ഈ ഒരു ചാക്ക് നമ്മൾ ഏകദേശം ഈ ഒരു നീളത്തിൽ വെട്ടിയെടുക്കുക. ഓക്കെ, അപ്പോൾ വെട്ടേണ്ടത് എങ്ങനെ വെച്ചാൽ നമ്മളൊരു ചെടിച്ചട്ടി, നമ്മളൊരു പയർ ചെടിച്ചട്ടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ചെടിച്ചട്ടി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഇങ്ങോട്ടും ഇത്ര മടക്കാൻ പാകത്തിൽ ഏകദേശം പകുതിയിലേറെ വെക്കുന്ന കോലത്തില് മടക്കാൻ പാകത്തിലായിരിക്കണം നമ്മൾ. അല്ലെ ഞാനൊരു കാര്യം ചെയ്യാം, ഈ വെട്ടുന്നത് ഞാൻ ഒന്ന് സ്പീഡായിട്ട് പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് കണ്ടാൽ നിങ്ങൾക്ക് വെട്ടുന്ന രീതി ഒന്ന് മനസ്സിലാവും. ഈ രീതിയിലാണ് ചാക്ക് വെട്ടേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ വെട്ടിയതിന് ശേഷം ഏകദേശം ഒന്ന് വെച്ച് നോക്കുകയാണ് കേട്ടത്. ഒരു സാമ്പിൾ എന്നുള്ള ഇറക്കി നമ്മളൊന്ന് വെച്ച് നോക്കുകയാണ്. ഇതാ ഇതുപോലെ വലിച്ച് പിടിക്കുക. ഓക്കെ, ഇങ്ങനെ വെക്കുക. ഇനി പറയാനുള്ളത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മടക്കാൻ പാകത്തിൽ വെട്ടണം. ഓക്കെ, ഇത് ചിലപ്പോൾ നമ്മൾ ഇത് പാകമായിട്ട് ഇങ്ങനെ മടങ്ങൂല, ഒരു വൃത്തികേടുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയോ, ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഏകദേശം ഈ ഒരു കോലത്തിൽ വെട്ടി കൊടുക്കണം. എന്നാലാണ് നമുക്ക് ശരിക്കും മടക്കാൻ കഴിയുള്ളൂ. വേണ്ടല്ലേ? ഇതുപോലെ വെട്ടി കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, കണ്ടില്ലേ, ഒരു കണ്ടീഷനിൽ ഇങ്ങനെ മടക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതൊരു സൈഡിലേക്ക് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ബക്കറ്റിൽ കുറച്ച് സിമെന്റ് എടുക്കുക. ഇതുപോലെയുള്ള പണിക്കൊക്കെ ഒരു ഗ്ലൗസ് ഇടണമെന്ന് നല്ലതായിരിക്കും. കാരണം സിമെന്റൊക്കെ കട്ടായിരുന്നു, പഴയ സിമെന്റാക്കി. ഏകദേശം ഒരു ഇത്ര സിമെന്റ് ഉണ്ടായാൽ മതിയാവും. ഓക്കെ, ഇത്ര സിമെന്റ് ഉണ്ടാവും. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കട്ടയൊക്കെ ഒഴിവാക്കണം, നല്ലതാണ്. കാരണം കുറച്ചുകൂടി ഉണ്ടായിക്കോട്ടെ. ഇവിടെ കുറച്ച് സിമെന്റ് പഴയതുണ്ടായില്ല, അതിപ്പോൾ ഇതിനായിട്ട് വാങ്ങിയതൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ധൈര്യത്തിൽ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു പോരായി ഉണ്ടാകുന്നില്ലേ, ഉണ്ടല്ലേ? ഇനി നമ്മളതിൽ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ലൂസ് വേണം കേട്ടോ അത് സംഭവം. നമ്മൾ ഗ്രൗട്ടൊക്കെ കലക്കില്ല, അതേമാതിരി നല്ല ലൂസ് വേണം. നമ്മളെ കോരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചോറിൻ്റെ കോരിയാ തൽക്കാലം അപ്പോൾ നടക്കുള്ളൂ. അപ്പോൾ അത് കണ്ടില്ലേ സംഭവം, ഈ ഒരു കണ്ടീഷനിൽ ഇത്. ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാൽ, ഈ ചാക്ക് നല്ല രീതിയിലൊന്ന് കുളിപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗത്തും ആകണം കേട്ടോ. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, എല്ലായിടത്തും ആയണമെന്ന്. കുറച്ചാകാതൊക്കെ അതിനോട് കാര്യമല്ല, ആണത് ശരിക്കേട് ആകണം. ഇതൊക്കെ കാണുമ്പം ചോദിച്ചും ചെടിച്ചട്ടി ഒന്ന് വാങ്ങിയാൽ പോരെന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മളൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എല്ലായിടത്തും ആയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇനി നമ്മൾ ആ ചെടിച്ചട്ടി എടുക്കുക. പഴയ ചെടിച്ചട്ടി ഇതേമാതിരിയോട് വെക്കുക. അല്ലേ, നമ്മൾ ആദ്യം വെച്ചിനി അതേമാതിരി തന്നെ ഈ ഒരു കണ്ടീഷനിൽ ഇതിങ്ങനെ വെച്ചു ചിറ്റി കൊടുക്കുക. കുറച്ച് കനക്ക ഉണ്ടാവും കേട്ടോ,
നമ്മൾ ആദ്യം ചിച്ചിന് എളുപ്പമൊന്നും ഇപ്പോൾ ഈ പരിപാടിക്ക് ഉണ്ടാവില്ല. വേണ്ട പരിപാടി അങ്ങനെ ചിക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ വേണ്ടല്ലേ. ഇതാണ് ഹോം മെയ്ഡ് ചെടിച്ചട്ടി. ഇനി നമ്മളെ തൽക്കാലം ഉണങ്ങാൻ വേണ്ടി ഇതൊരു സൈഡിലേക്ക് എടുത്തേക്കുക. ഇനി ഇത് ഉണങ്ങിയിട്ട് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ രാവിലെയാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്ത് ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ളതെന്ന് അറിയാമല്ലോ. അപ്പം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കഴിച്ച് കിട്ടിയാൽ സുഖമാണ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ. ഇവിടെ ഒന്നും ഉള്ളത്തെ ബോറൊന്നും നോക്കണ്ട, അതൊക്കെ മണ്ണിട്ട് റെഡിയാക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ബക്കൊന്ന് ക്ലിയർ ആക്കേണ്ടിയുണ്ട്, എന്നാലും അതിനൊരു കണ്ടീഷൻ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കും. ഇവിടെ പെയ്യാതി മണ്ണൊക്കെ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കല്ലും മട്ടൊക്കെ ഇല്ലാത്ത മണ്ണൊക്കെ കിട്ടൂല. ഓക്കെ, ഇതിൻ്റെ ബക്കൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കി കൊടുക്കാം. ഒന്നാമത് സമയമല്ല, എന്നാണ് പ്രശ്നം. വൃത്തിയാക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ പിന്നെ ശരിയാക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക.